Hi all, welcome to Competitive Cracker. നമുക്കിന്ന് CSIR നെറ്റ് ഫിസിക്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. A ball of mass m initially at rest is dropped from a height of 5 meter. If the coefficient of restitution is 0.9, the speed of the ball just before it hits the floor the second time is approximately. അതായത് ഒരു ബോൾ ഉണ്ട്, അതിൻ്റെ മാസ് m ആണ്. അത് ഇനീഷ്യലി ഒരു 5 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് ഒന്ന് വന്ന് ഫ്ലോറിൽ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് വരുന്നു. വീണ്ടും ടച്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി അതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ, അത് ഇസ് ഈക്വൽ ടു 0.9. സാധാരണ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇ ആണ് അതിൻ്റെ ലെറ്റർ. ഇ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൊളീഷൻസ് നടക്കുമ്പോൾ ഈ കൊളീഷൻ നടത്തപ്പെടുന്ന ആ ഒബ്ജക്ട്സിൻ്റെ റിലേറ്റീവ് വെലോസിറ്റീസ് ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ എഴുതാം, ഇ ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ u1 മൈനസ് u2. അതായത് u1 u2 എന്ന് പറയുന്നത് ബിഫോർ കൊളീഷൻ, അതായത് കൊളീഷന് മുന്നേ ഉള്ള ഒബ്ജക്ട്സിൻ്റെ വെലോസിറ്റീസ്, അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഇവിടെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്, നെഗറ്റീവ് സൈൻ വരില്ല. പിന്നെ ഇത് ബിഫോർ കൊളീഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുള്ളത് ആഫ്റ്റർ കൊളീഷൻ നടന്നതിന് ശേഷമുള്ള ഒബ്ജക്ട്സിൻ്റെ വെലോസിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ അതാണ് ഇ എന്ന് പറയുന്നത്. ഈ സാധാരണ റേഞ്ചസ് ഫ്രം 0 to 1 ആണ്. ഇ എന്ന് പറയുന്നത് 0 to 1. അതായത് 0 ആകാം, 0യ്ക്കും 1നും ഇടക്കാകാം, പിന്നെ 1 എന്നുള്ള വാല്യൂവിനും ഈ വരാം. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇയുടെ വാല്യൂ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 0 വരുന്നത്, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോ 0 ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനർത്ഥം ഇതൊരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതായത് ഇപ്പം നമ്മളുടെ കേസിൽ ഒരു ബോള് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, അത് ഫ്ലോറിൽ വന്ന് ഇടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈസ് ഈക്വൽ ടു 0 വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്യുന്നില്ല, ഹിറ്റ് ചെയ്ത് ഫ്ലോറിൽ തന്നെ ടച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അവിടെ ഈ വാല്യൂ 0 ആയിരിക്കും. ഇനി അഥവാ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിലോ തിരിച്ച് അതേ ഹൈറ്റിൽ, എവിടെ നിന്നാണോ ഏത് ഹൈറ്റിൽ നിന്നാണോ താഴേക്ക് ഇട്ടത് ആദ്യം ഉണ്ടായിരുന്ന അതേ കൈനറ്റിക് എനർജി തന്നെ ആഫ്റ്റർ ആ ഇമ്പാക്റ്റിന് ശേഷവും അതേ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണോ നമ്മൾ ഡ്രോപ്പ് ചെയ്തത് അതേ ഹൈറ്റിലേക്ക് തന്നെ ബോൾ ബൗൺസ് ചെയ്ത് തിരിച്ചു വരും. അങ്ങനെയാണ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് വരുന്നത്. നമുക്ക് മോസ്റ്റ് ഓഫ് ദി റിയൽ വേൾഡ് കൊളീഷൻസ് അതെല്ലാം വരുന്നത് ഇ എന്ന് പറയുന്നത് 1നും 0യ്ക്കും ഇടയിലാണ്. അതായത് 0യ്ക്കും 1നും ഇടയിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി കൊളീഷൻസ്. 0 എന്ന് പറയുമ്പോൾ അതൊരു കാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ ക്രാഷ്, അവിടെ കാറും മറ്റൊരു വെഹിക്കിളായിട്ട് അവിടെ ഒരു ക്രാഷ് നടക്കുവാണെങ്കിൽ കാറ് അതിലേക്ക് സ്റ്റിക്കായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, തിരിച്ച് പുറയിലേക്ക് ബൗൺസ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ അതൊരു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറയാം. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഒരു ബില്ലിയാർഡ് ബോൾസ്, അതിൻ്റെ എക്സാമ്പിൾ പറയാം. അത് 2 ബോൾസ് തമ്മിൽ കൊളീഷൻ നടക്കുന്നു, തിരിച്ച് അതേ കൈനറ്റിക് എനർജിയിൽ തന്നെ തിരിച്ച് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. നമുക്ക് ഇവിടെ 2 ഒബ്ജക്ട്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കാരണം ബോൾ മാത്രമാണ് വെലോസിറ്റി ഉള്ളത്, ഗ്രൗണ്ട് അവിടെ റെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് എടുക്കേണ്ടി വരില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ബിഫോർ ഇമ്പാക്റ്റ്. അതായത് ബോളിൻ്റെ വെലോസിറ്റി മാത്രം ഇവിടെ കണ്ടാൽ മതിയാവും. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോവാം.
പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ അറിയാം ഒരു ഹൈറ്റിൽ നിന്നാണ്, അതായത് 5 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഒരു ബോള് താഴത്തേക്ക് വീഴുന്നത്. ഇതാണ് ഗ്രൗണ്ട്. തുടക്കത്തിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കിവിടെ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ആണ്. ഇവിടെ a എന്ന് പറയുന്നത് ഗ്രാവിറ്റി, g ആണ് ഡിനോട്ട് ചെയ്യുന്നത്. s എന്ന് പറയുന്നതിന് h എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ u എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ v എന്ന് പറയുന്നത് v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടി. v is equal to root of 2gh. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് താഴെ ഈ ബോൾ മുകളിൽ നിന്ന് വീഴുന്നു, താഴെ വന്ന് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള വെലോസിറ്റിയാണ് ഈ വെലോസിറ്റി. അതിനെ ഞാൻ v1 എന്ന് എഴുതുന്നു. നമുക്ക് വേണ്ടത് വീണ്ടും ബൗൺസ് ചെയ്ത് പോയി തിരിച്ച് വീണ്ടും ഈ ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴുള്ള അതിന് മുന്നേ ഉള്ള വെലോസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വെലോസിറ്റി v1 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 9.8 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു 5. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 98 എന്ന് കിട്ടും. അപ്പോൾ v1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 98 എന്ന് കിട്ടി. ഇനി നമുക്ക് ടച്ച് ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ ആ ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്കറിയാം E ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ് v2 എന്ന് എടുക്കാം. ആഫ്റ്റർ ഇമ്പാക്റ്റ്, അതായത് ടച്ച് ചെയ്തതിന് ശേഷം വെലോസിറ്റീനെ v2 എന്ന് ഞാൻ എഴുതുന്നു ബൈ v1. v1 എന്ന് പറയുന്നത് ടച്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. E ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 0.9 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് v2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. v2 ഈസ് ഈക്വൽ ടു v1 ഇൻറ്റു 0.9 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 98 ഇൻറ്റു 0.9. ഇതെങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ v2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 98 ഇൻറ്റു 0.9 എന്ന് കിട്ടി. ഇൻറ്റു 0.9 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വെലോസിറ്റി കിട്ടി. നമുക്കിനി ആദ്യത്തെ പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് ഈ ബോൾ എത്രത്തോളം ഹൈറ്റിൽ പോകണം എന്ന് കണ്ടുപിടിക്കണം. അതിന് വീണ്ടും ആ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2gh. ഇവിടെ u എന്ന് പറയുന്നത് ഇവിടെ v2 ആണ്, കാരണം താഴെ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതാണ് ഈ v2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി v സ്ക്വയർ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി അതെന്തായിരിക്കും? ഇവിടെ v ഈസ് ഈക്വൽ ടു ആണ് 0 വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് h കണ്ടുപിടിക്കാം. അതിന് മുന്നേ ജിക്ക് ഒരു മൈനസ് വാല്യൂ വരും, കാരണം -2gh എന്നാകും. കാരണം ഇത് ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ജിക്ക് മൈനസ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു u സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 98 ഇൻറ്റു 0.9 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 98 0.9 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 9.8 ഇൻറ്റു h. ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ h ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? h ഇസ് ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 98 ഇൻറ്റു 0.9 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8 എന്ന് എഴുതാം. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4.05 മീറ്റർ ആണ്. അതായത് ആദ്യം താഴേക്ക് വീഴുന്നു, 5 മീറ്റർ ആണ് ഹൈറ്റ്, ബൗൺസ് ചെയ്ത് വീണ്ടും ഒരു ഹൈറ്റിലേക്ക് എത്തുന്നു. ആ ഹൈറ്റ് ആണ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് 4.08 എന്ന് നമുക്ക് കിട്ടിയത്. ഇനി അവിടെ ചെന്നിട്ട് താഴേക്ക് വീണ്ടും ഇത് വരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി വേണം. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ നിന്ന് എത്തുമ്പോൾ 0 ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ആ ഹൈറ്റും അറിയാം അല്ലേ? അപ്പോൾ v സ്ക്വയർ ഇസ് ഈക്വൽ ടു വീണ്ടും u സ്ക്വയർ പ്ലസ് 2gh ആണ്. അതായത് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ v സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 9.8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 4.05 ആണ് കേട്ടോ. 4.05.
ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8.91 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് രണ്ടാമത്തെ പ്രാവശ്യം ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി നമുക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും CSIR നെറ്റ് ഫിസിക്സിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്തവർ ഒന്ന് തന്നെ ഓർത്തും വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത ഡിസംബറിലേക്കുള്ള CSIR നെറ്റ് ഫിസിക്സ് എന്ത് തന്നെയായാലും ക്രാക്ക് ചെയ്യണം. അപ്പോൾ എവിടെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം, അങ്ങനെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് CC നല്ലൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. എക്സാംസുകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് നെറ്റിനോടുള്ള ആ ഒരു ഭയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവരും വരുന്ന ലോങ് ബാച്ചിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. സ്റ്റേ ട്യൂൺഡ്.